ഇച്ചിരി ടിഷ്യൂ പേപ്പർ എടുക്കണ്ട ഇന്നൊന്നും നോക്കണ്ട വേഗം എടുത്തോണ്ട് പോരും. ഇതും വെച്ചിട്ട് നമുക്ക് ഇന്ന് അടിപൊളി ടേബിൾ ലാമ്പ് ഉണ്ടാക്കാം. ഈ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ പോയിട്ട് ടേബിൾ ലാമ്പിന് റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തില്ലാത്ത റേറ്റാ പറയാ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഏകദേശം അതിന് റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ ഈ ചെയ്ത അതേ പ്രോസസ്സിൽ ഇതിനെ വെട്ടിക്കൊടുത്ത് ഈ രൂപത്തിൽ മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ പോർഷനിൽ ഇതുപോലെ കമ്പി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ത്രെഡ് യൂസ് ചെയ്തിട്ടോ ഇതുപോലെ ടൈ ചെയ്ത് വെക്കുക. ഇനിയാണ് ഇതിന്റെ തലവേദന പിടിച്ച പാർട്ട് ഓഫ് ദിസ് ഐഡിയ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസം തോന്നുമെങ്കിലും കുറച്ചങ്ങ് എത്തുമ്പോൾ ഒരുതരം മടുപ്പങ്ങ് തോന്നും. കാരണം ഇതിരുന്ന് ഇങ്ങനെ ഇരുന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തലവേദന പിടിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്ലവേഴ്സ് ഒന്നും രണ്ടൊന്നും പോരല്ലോ, ഒരുപാട് വേണം. ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് മാത്രം മതിയാവാണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കഷ്ടപ്പെട്ട എന്താ, നമുക്കൊരു ടേബിൾ ലാമ്പ് സ്വന്തമായി കിട്ടിയില്ലേ. പാർസൽ ഫുഡ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ മയണൈസിന്റെ ബോക്സിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അത് അന്ന് കളയാതെ വെച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ആക്രി എന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ നിൽക്കണ്ട. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മുടെ ലാമ്പ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ തീരെ മറക്കണ്ട. നമ്മുടെ ടോപ്പ് കമന്റർക്ക് പ്രൈസ് അറിയാലോ.